ഹലോ ഗേസ് അസ്സാം വലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കണു, അൽഹംദുലില്ലാ. അങ്ങനെ പോണു. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ. ഇന്ന് ഞങ്ങൾ പോകുന്നത് ചെറിയൊരു പർച്ചേസിങ്ങിനാട്ടോ. മോൻ്റെ മദ്രസിൽ റബ്ബി ലെവലൊക്കെ വരികയാണല്ലോ. അപ്പോൾ അതിന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാണ്ട്. അപ്പോൾ അതിനുള്ള ചെറിയ പർച്ചേസിങ് ആണ്. അപ്പോൾ അതാ മോൻ ഞങ്ങളിപ്പോൾ ഇല്ല കേട്ടോ. മോന് മദ്രസിലാണ്. ഓൻ ഫ്ലവർ ഷോ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് പഠിക്കാൻ പോയിക്കണം. 4 മണിക്ക് പോവും. പിന്നെ വരുമ്പോൾ മഹരിബാങ്കൊക്കെ കൊടുത്തിട്ടോട്ടോ വരാറ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓൻ അവിടുന്ന് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അവിടുന്ന് ഉസ്താദ് വിളിച്ചിരുന്നു, നിങ്ങളെ കാണില്ലല്ലോ, വേഗം വരിക പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഓണപ്പരിപാടി ഓണാണല്ലോ. അപ്പോൾ ഇതാ നമ്മൾ ഓണത്തിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ചന്ത ഉണ്ട് കേട്ടോ. ഓണത്തിൻ്റെ ആയിട്ടില്ലേ ഉണ്ണിയപ്പം അങ്ങനത്തെ. അങ്ങനെതാ ഞങ്ങൾ അവിടെ നിന്നും പോകുന്നു കേട്ടോ. അങ്ങനെതാ മദ്രസിൻ്റെ അങ്ങോട്ട് എത്താനായിട്ടുണ്ട്. എടുത്ത് തന്നെ കേട്ടോ, മദ്രസ് കുറച്ച് നടക്കാനുള്ളൂ. അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇതാ മദ്രസിൻ്റെ കുറച്ച് മുമ്പാകത്ത് തന്നെ ആയിട്ട് നബിദിനാശംസകൾ എന്നൊക്കെ എഴുതിങ്ങാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അതിൽ പോകുമ്പോൾ കാണാൻ. അപ്പോൾ ഇങ്ങനെ ഞങ്ങളവിടെ നടന്നുകൊണ്ട് നിൽക്കണം. മേലൊക്കെ നല്ല റിബണൊക്കെ കെട്ടി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ റബ്ബി ലെവലാകുമ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കും. അങ്ങനെ ഇതാ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ട് പോകും. ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ ഇട്ട സാധനം പച്ചക്കറിയൊക്കെ വാങ്ങൽ. ഇതാണ് എൻ്റെ മോൻ്റെ മദ്രസ എന്ന് പറയുന്നത്. ഇവിടെ തന്നെയാണ് എൻ്റെ മോന് ചെറുപ്പം അലിഫ് ഇതിൻ്റെ പേര് മെയിൻ അലിഫ് എന്ന് പറഞ്ഞ മദ്രസിൻ്റെ പേര്. ഇവിടെയാണ് എൻ്റെ മോൻ LKG UKG ഒക്കെ പഠിച്ചിരുന്നത്. ഞങ്ങൾ നഴ്സറി പഠിപ്പിച്ചിരുന്നത് ഇവിടെ തന്നെയാണ്. നല്ല വിദ്യാഭ്യാസമുള്ളൊരു ചെറിയൊരു ഇതാണ്, പക്ഷെ നല്ല അടിപൊളി പഠിപ്പാട്ടോ അവിടെ നല്ല. അങ്ങനെ ഇതാ എൻ്റെ മോനെ മണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കാക്കുവിനോട് ആ മോനെ ഈ ആൾ എൻ്റെ ഇപ്പം പഠിച്ചതാട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഇപ്പം പഠിച്ചതല്ലെങ്കിലും ഞാൻ 8-ലായപ്പോൾ ഈ കാക്ക 10ാം ക്ലാസ്സിലായിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ മോനത് എന്നെ ഞങ്ങളെ കണ്ട സന്തോഷമായിട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം എന്നാണ് കേട്ടോ. അപ്പോൾ കാക്കു ഓല് രണ്ടാളും ചെറിയൊരു ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ വർത്താനം പറഞ്ഞതാ ഞങ്ങൾ നടന്നു പോവട്ടെ. മോൻ അവിടുത്തെ ഓരോ കഥകൾ ഇപ്പോൾ ഷോക്സ് വേണം, കുപ്പായം വേണം, അത് വേണം, ഇത് വേണം. അപ്പം പറഞ്ഞു നമുക്ക് വാങ്ങാം അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ പോവാട്ടോ. ഓന് ഈ അങ്ങാടിക്ക് എത്തിയാൽ ഭയങ്കര പൈപ്പാട്ടോ. പൈപ്പാന്ന് വെച്ചാൽ കടിക്ക് നമ്മളിപ്പോൾ ഇവിടുന്ന് അങ്ങാടിക്ക് ഇറങ്ങും, അപ്പോൾ തന്നെ പൈസ തുടങ്ങും. വെറുതെ ഇത് പീടിയിൽ പോയി സാധനം വാങ്ങല, ആ ഒരു മെയിൻ്റെ തിന്നണം. ബേക്കറി എന്തെങ്കിലും ലേസ് കോൽമുട്ട. ഞങ്ങൾ വീട്ടിലത്തെ മക്കളൊക്കെ അങ്ങനെ തന്നെ എല്ലാവരും കമൻറ്റ് ഇടുകൊണ്ടേ. അപ്പോൾ ഇതാ ഞങ്ങൾ വിചാരിച്ചത് എന്താണെന്നറിയോ, ഞങ്ങൾ ഓട്ടോ കംപ്ലൈൻ്റ് ആണല്ലോ, നന്നാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ബസ്സിന് പോകാമെന്നിട്ട് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മോനിങ്ങനെ ഓരോന്നുള്ളിൽ പെറുക്കി പറയട്ടോ. അതിൽ പിന്നെ കാക്കൂന് ബസ്സിന് പോകണ്ട, നമുക്ക് ഓട്ടോറിക്ഷയ്ക്ക് തന്നെ പോവാം. കാരണം അപ്പം തന്നെ പോരാല്ലതാണ്, കുറച്ച് നേരം നമ്മൾ അങ്ങാടി നിൽക്കണില്ല, പോരാ അത്രേ ഉള്ളൂ. കാരണം മദ്രസത്തോലിൻ്റെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്ര കുട്ടികൾക്ക് ഇത്ര ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബിസ്മിയാണ് ഒരു കടയിലേക്കാണ് ഞങ്ങൾ പോണത്. അപ്പോൾ അവിടെ നമ്മളൊന്നുമല്ല, നമ്മൾ പോയി തിരഞ്ഞെടുക്കും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മദ്രസത്തെ ആൾക്കാർ തന്നെ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ രക്ഷിതാക്കൾ പോയി വാങ്ങിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണതൊരു ചെറിയ കുറുക്കു വഴിക്ക് കൂടെ കേട്ടോ. മലപ്പുറത്തേക്ക് ഞങ്ങൾ ഇവിടുന്ന് വേങ്ങരക്ക് ഷോർട്ട് ഉണ്ട്. പാണക്കാട് എത്തണ്ട, പാണക്കാടിന് മുമ്പ് കാരാത്തോട് എന്ന് പറയും. അതിൻ്റെ മേലെ കൂടെ ഞങ്ങൾ നിൽക്കുന്ന കാരാത്തോടാണല്ലോ, അതിൻ്റെ മേലെ കൂടെ ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് ഇട്ടിട്ട് ആയിക്കൂടെ. അപ്പോൾ ഇത് അറബിലായപ്പോൾ എല്ലായിടത്തും നല്ല അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ റോഡിൻ്റെ സൈഡിലൊക്കെ ഞാനൊരു സൈഡായപ്പോൾ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ കേക്കേത്തല കേട്ടോ. മലപ്പുറം കേക്കേത്തലയാണ് നമ്മളെ മലപ്പുറത്തിൻ്റെ മെയിൻ സ്ഥാനം. ഇവിടെയാണല്ലോ ഇവിടെ നല്ല നല്ല ഡ്രസ്സും കടകളൊക്കെ ഉണ്ട്. ഇവിടെ പ്രീതിയാണ് ടെക്സൈസ് ഉണ്ട്. ഞാൻ അവിടെ നിന്നാണ് എന്താ പറയുക, മലപ്പുറത്ത് ഏറ്റവും നല്ല ടെക്സൈസ് ആയിരുന്നു പ്രീതി കേട്ടോ. വലിയ കട കേട്ടോ, നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ. ഞങ്ങളൊക്കെ അവിടെ നിന്നാണ് ഡ്രസ്സൊക്കെ വന്നെടുക്കലുണ്ട്, അധികവും പെരുന്നാക്കൊക്കെ വന്നെടുക്കലുണ്ട് കേട്ടോ. നമ്മളെ പ്രീതി കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോരുക കേട്ടോ. പോകുമ്പോൾ ഞാൻ കാക്കുവിനോട് പറഞ്ഞു, ഇപ്പുറത്ത് ഈ സൈഡിൻ്റെ അപ്പുറത്തന്നെ പാനിപ്പൂരി ഇട്ടപ്പോൾ വെച്ച് പാനിപ്പൂരി വാങ്ങി തരുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ മുണ്ടിയിലിട്ട് 30 അപ്പോൾ ഞാൻ ചോദിച്ചു വാങ്ങി തരില്ലേ കാരൊന്നും ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ കോട്ടപ്പടി എത്തിയിട്ടുണ്ട് കേട്ടോ. കോട്ടപ്പടിയിൽ എത്തിയപ്പോൾ എന്താ പറയുക, കാക്കു പറഞ്ഞു നമ്മൾ എത്രമാതിരി ഞാൻ വലിയ മോനായിട്ടൊക്കെ ഒരുപാട് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആയിട്ട് കേട്ടോ. കാരണം വയറ്റിലുള്ള പല പല അസുഖങ്ങളായിരുന്നു, സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പം എനിക്ക് ഇഷ്ടിക കെട്ടാൻ കയറ്റിയേക്കില്ല, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, കുട്ടി മേലെ താഴാറിട്ട് അങ്ങനെയൊക്കെ കുറേ. എനിക്ക് സത്യമായ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണുമ്പോൾ പേടിയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ മലപ്പുറം കുന്നുമ്മലിൽ ഡ്രസ്സും കട ഇല്ലേ, ഇതിലേറെ കൂടുതൽ ഇല്ലേ കോട്ടപ്പടി കേക്കത്തല ഭാഗത്താണെന്ന് കേട്ടോ. മലപ്പുറത്ത് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് അത്ര ടെക്സൈസ് ഇല്ല എന്ന് എൻ്റെ അറിവിൽ. ഞാൻ പോയിട്ട് ഒരുപാട് വട്ടം തിരിച്ച് മടങ്ങി പോന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ട് അവിടെ നസീമ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ഇതുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ചെറിയ കടകളാണെങ്കിൽ സെലക്ഷൻ കോട്ടപ്പടി ഈ ഭാഗത്താണ് ഉള്ളത് എന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം പറയട്ടോ.
അപ്പോൾ ദാ നമ്മളങ്ങനെ മേലേക്ക് പോവുകയാണ്. ഞാൻ വിചാരിച്ചത് എന്താണെന്ന് പറയുക, കോട്ടപ്പടിക്കലേക്കാരെ ബിസ്മിന്ന്. അപ്പോൾ കാക്കു എന്നോട് പറഞ്ഞു കോട്ടപ്പടിക്കലല്ല, എന്താണെന്ന് വെച്ചാൽ അവിടെ അല്ല, മേലെ കുന്നുമ്മലാണ് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ കട തിരഞ്ഞു പോവുകയാണ്. ഒരു ചെറിയൊരു കുഞ്ഞിക്കടയാണെന്നാണ് പറഞ്ഞത്, ഹോൾസെയിൽ കട ഉണ്ടല്ലോ അതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ദാ നമ്മൾ കുന്നുമ്മൽ എത്തിയിട്ടുണ്ട്. മലപ്പുറം കുന്നാണ് കേട്ടോ ഈ കാണുന്നത്. കാണാത്തലൊക്കെ കണ്ടോളി. മലപ്പുറം ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ല നമ്മളെത്തില്ല, നമ്മളെ സുഹൃത്തുക്കൾ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഇതാ മലപ്പുറം കുന്നുമ്മലാണിത്. ഇത് നമ്മളെ KSRTC ബസ് സ്റ്റോപ്പ് കേട്ടോ. ഇപ്പോൾ നല്ല സംഭവം നല്ല സെറ്റാക്കിയിട്ട് ആദ്യം ഒന്നല്ലേ കേട്ടോ. ഇപ്പോൾ നല്ല അടിപൊളിയാക്കി ബസ് സ്റ്റോപ്പൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതാ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ മേലേക്ക് കുറേ നമ്മൾ കോട്ടക്കൊന്നും ഉണ്ടല്ലോ, അതിൽ കൂടെ ഒക്കെ കുറേ അതിൻ്റെ ഉള്ളേരിൽ കൂടെയൊക്കെ ആരെന്ന് വിചാരിച്ചു. പക്ഷെ അല്ല, ഇപ്പുറത്തന്നെ അടുത്ത സൈഡിലൊരു ചെറിയ റോഡ് ഉണ്ടായിരുന്നു കേട്ടോ, അതിലാണ് തിരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇവിടെയാണ് വെച്ചു. അപ്പോൾ ഇവിടെയാണ് ഉസ്താദന്മാർ പറഞ്ഞത് നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ. അപ്പോൾ അതാ ഞാനും കാക്കും ഡ്രൈവറും കുട്ടികളെല്ലാവരും പാടെ പോവാട്ടെ. വണ്ടി കടവടട്ട് ചെയ്തിട്ട് എന്താ പറഞ്ഞാൽ റോഡ് ഭയങ്കര ഇതേനു കേട്ടോ. അപ്പോൾ അതാ ഇവിടെ എത്തിയപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞു ഇവിടെയാണ് ബിസ്മി, ഒന്ന് പോയി നോക്കി ഇവിടെ തന്നെയാണോ എന്ന് വെച്ചിട്ടോ. അതിൽ ഞാൻ മുമ്പ് പോയി നോക്കിയപ്പോൾ ഇവിടെ തന്നെ കേട്ടോ. ഇവർ മദ്രസയിൽ നിന്ന് ഓർഡർ ആക്കിയതുകൊണ്ട് തന്നെ ഇത്ര കുട്ടികൾക്ക് ഇത്ര ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഫ്ലവർ ഷോക്കാണ്. എൻ്റെ മോൻ 2ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഫ്ലവർ ഷോക്കാണ്. ഈ ഫ്ലവർ ഷോക്ക് ഓരോ കുട്ടികളെ സൈസ് പറഞ്ഞാൽ ഉസ്താദമ്മേനെ അവിടെ റെഡി ആക്കി വെച്ചിരുന്നു. അപ്പോൾ ഓൻ്റെ ഡ്രസ്സ് എടുത്ത് തന്നു കേട്ടോ. പർച്ചേസിങ് അടിപൊളി പെട്ടെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കടൻ്റെ ഉള്ളിൽ കയറേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ വൈറ്റ് പാൻറ്റും വൈറ്റ് കുപ്പായും വൈറ്റ് ഷൂവും വൈറ്റ് സോക്സ് ഫുള്ള് വൈറ്റാട്ടോ. പിന്നെ ഫ്ലവറും തൊപ്പിയും കോട്ടൊക്കെ ഉസ്താദന്മാർ അവിടെ നിന്ന് തന്നെ കൊടുക്കും എന്നാണ് പറഞ്ഞത് കേട്ടോ. എൻ്റെ അമ്മ എന്താ പറയുക, എൻ്റെ താത്താൻ്റെ കുട്ടിന് വെള്ള ഷർട്ടും പാൻറ്റൊക്കെ കൊടുത്തു വെച്ചിരുന്നു. കാരണം കഴിഞ്ഞ റബ്ബി ലെവലിന് ബ്ലാക്ക് പാൻറ്റും വൈറ്റ് ഷർട്ടും ആയിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയുടെ വിചാരം അതാണെന്നാണ്. അപ്പോൾ എൻ്റെ അമ്മ നേരത്തെ കാലത്ത് തന്നെ കൊടുത്തു വെച്ചത്. പക്ഷേ അതിൻ്റെ ഷൂ മാത്രമായിട്ട് ഉപകാരപ്പെട്ടു കേട്ടോ. അത് വലിയ ഉപകാരം തന്നെ, ഷൂ വാങ്ങാതായല്ലോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഓർക്ക് ഷോക്സും വാങ്ങിട്ടോ. ഷോക്സും വാങ്ങിക്കാണ്ട് ഇതാ ഞങ്ങൾ അവിടെ നിന്ന് പോരാണ്. പെട്ടെന്ന് പർച്ചേസിങ് കഴിഞ്ഞിക്കണു. പർച്ചേസിങ് എന്നൊന്നും പറയില്ല, നമ്മൾ കടയിൽ പോയി തപ്പേണ്ട അവസരമൊന്നും വന്നിട്ടില്ല. കാരണം ഉസ്താദന്മാർ തന്നെ മദ്രസത്തെ ഉസ്താദന്മാരെ ഓർഡർ ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ പോയി ജസ്റ്റ് ഒന്ന് വാങ്ങണം എന്നുള്ളതിനും. അപ്പോൾ ഇതാ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറാൻ നിൽക്കുകയാണ് കേട്ടോ. ബാപ്പയും മോനും ഞാൻ ഈ ചെറുങ്ങാണ് എന്താ പറയുക, ചെറിയ മോന് ഭയങ്കര കഫക്കെട്ടുണ്ട്. അപ്പോൾ ഓന് പുറം കാണും വേണം. അപ്പോൾ ആ തലക്കൊക്കെ കാക്കൊന്നും ഞാൻ കയറിക്കോളാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മോൻ വെച്ചു പറഞ്ഞു എന്നാൽ ഇപ്പം ചെയ്യാൻ നടുവിൽ തന്നെ ഇരുന്നോളാം എന്നിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. മോനെ തലാണ് ജസ്റ്റ് ഒന്ന് തട്ടി നിന്നിട്ടോ. എൻ്റെ മോന് ഫുള്ള് വേദനയാണ് ദിവസം തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ മേലക്കൂടാണല്ലോ വന്നത്, നമ്മൾ എന്താ പറയുക KSRTC ബസ് സ്റ്റോപ്പിൻ്റെ അതിലാണല്ലോ വന്നത്. ഇനി നമ്മൾ നേരെ പോണത് പെരിന്തൽമണ്ണ റൂട്ട് ഉണ്ടല്ലോ, അതിൽക്കൂടെ ഈ അടിയിൽ കൂടെ ചാടിക്കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ റോഡ് എത്തും. ഇതാ നമ്മൾ ആ റോട്ടിനെത്തിയിട്ട് ഇനി നേരെ നമ്മൾ മേൽക്കൂടെ തന്നെ പോയി പെട്ടെന്ന് എത്തും. മറ്റേത് അതിൽക്കൂടെ തന്നെ എന്താ പറയുക തിരിച്ച് വരുമ്പോൾ കുറേ ടൈം എടുക്കും. അപ്പോൾ അതാ ഞങ്ങൾ മലപ്പുറം കുന്നുമ്മന്ന് കീപ്പോട്ട് ഇറങ്ങുക കേട്ടോ. എല്ലാവരും വീഡിയോസ് കാണുന്നുള്ളൂ, ആരും സപ്പോർട്ട് ചെയ്യണില്ല കേട്ടോ. എല്ലാവരും ഒന്ന് വീഡിയോസ് ലൈക്ക് അടിക്കണം, കമൻറ്റ് ഇടണം കേട്ടോ. എന്നെ പറ്റി അറിയേണ്ടവർക്കൊക്കെ ഒന്ന് ചോദിക്കാം. അപ്പോൾ അതാ നമ്മളെ പാനിപ്പൂരി കടൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നോട് കാക്കൊന്ന് ഇറങ്ങിക്കോ ഞാൻ മേടിച്ചു തരാം. ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മേടിച്ചു തരാമെന്ന് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ആ സന്തോഷമൊന്നും അധികം നിന്നില്ല. ഭയങ്കര സങ്കടം, എനിക്കും കാക്കൂനും ഭയങ്കര സങ്കടമായി. മോനെ അവിടെ തടഞ്ഞ് വീണു, അതിൻ്റെ ചുണ്ടൊക്കെ പൊട്ടി ആകതായിട്ട് അതിൽ വെള്ളം കൊണ്ട് കുൽക്കുഞ്ഞൊക്കെ കൊടുത്തിട്ടോ. എന്താ പറയുക, ഭയങ്കരമായിട്ട് സങ്കടമായിട്ടോ. അതിൻ്റെ തൊള്ളിൽ നല്ലോണം ചോര വന്നീനു കേട്ടോ. എന്താ പറയുക, എന്താ വല്ലാത്തൊരവസ്ഥ കേട്ടോ. ചോര അങ്ങനെ ആയപ്പോഴേ എന്താ പറയുക, എത്ര നമ്മൾ കുൽക്കുഞ്ഞിട്ടും ആ ഒരു ചോര നിൽക്കണില്ല കേട്ടോ. കാരണം എനിക്ക് മക്കൾക്ക് വരുമ്പോൾ ഭയങ്കര ഇടങ്ങാറിയിക്കാതല്ലോ. കണ്ടോ മോൻ്റെ ചുണ്ട ആകെ വീങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓൽക്ക് വാങ്ങിക്കൊടുത്തപ്പോൾ ഏട്ടനും അഞ്ചനും ഓല് രണ്ടാളും ഇങ്ങനെ കഴിക്കുക കേട്ടോ. അപ്പോൾ ഓല് രണ്ടാളും കഴിച്ചു. എൻ്റെ പിന്നിട്ട് വന്നത്. അപ്പോൾ ഞാൻ ഓലത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ പാനിപ്പൂരി ആയിട്ട് ഓർഡർ ചെയ്തത്. മോൻ എപ്പോഴും ഇതാണ് ഓർഡർ ചെയ്യട്ടോ. നമ്മൾ പ്രീതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ പാനിപ്പൂരി എൻ്റെ കടയിൽ ഈ കടയിലത്തെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഭയങ്കര വൃത്തിയും ക്ലീനിങ്ങും ഒക്കെ ആട്ടോ ഈ കടയിൽ കേട്ടോ. വേഗം അങ്ങനെ കഴിക്കലില്ല, പക്ഷെ ഇവിടെ നിന്ന് കഴിക്കലുണ്ട്, ഭയങ്കര വൃത്തിയാണ്. അപ്പോൾ അതാ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. മോൻ്റെ ചുണ്ട ആകെ വീങ്ങിയിട്ട്. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഐസൊക്കെ വെച്ചിട്ട് ഇടത്തൊന്ന് താന്നത് ഭയങ്കര ഇടങ്ങായിരുന്നു. പല്ലിൻ്റെ ഇടയൊക്കെ പൊട്ടി ആകെ ചോര വന്നീനു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇതാണ് കേട്ടോ, സുഡിയോ ആണ് കേട്ടോ, മലപ്പുറത്തെ സുഡിയാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇതാ വീട്ടിലേക്ക് പോകണു. ഞങ്ങൾ വെച്ചും സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ മോനെ ചുണ്ടൊക്കെ പൊട്ടി ആകെ. അപ്പോൾ പിന്നെ ഞാനൊക്കെ മറന്നു കേട്ടോ സാധനം വാങ്ങൽ. ഇതൊക്കെ ആകെ ഇതായി. പാനിപ്പൂരിയൊക്കെ തിന്നാൻ പോയി എന്ന് തന്നെ ഉള്ളൂ. പോയത്ത് ഊറ്റൊന്നും പിന്നെ ഉണ്ടായിട്ടില്ല. കാരണം അവൻ്റെ മുഖം ആകെ ഇതായപ്പോൾ എന്താ പറയുക, മക്കൾക്ക് വയ്യാതായപ്പോൾ പെട്ടെന്നൊക്കെ അങ്ങനെ നമ്മൾ നടന്ന് പോകണടി കൂടാണ്ട് എന്ത് തടഞ്ഞതാണ് അറിയില്ല, പക്ഷെ അത് വീണു. അപ്പോൾ അങ്ങനെ ഞങ്ങളെ വീട്ടിലെത്തിയിട്ടുണ്ട്. മോന് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെ വീട്ടിലേക്ക് പോകണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ഇടണം. എല്ലാവരും നമ്മളെ വീഡിയോസിന് എല്ലാവരും കമൻറ്റ് ഇടണം കേട്ടോ. എല്ലാവരും കമൻറ്റ് ഇടണേ.